ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്രോട്ടോടൈപ്പിംഗ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. പ്രോട്ടോടൈപ്പിംഗ് എന്താണ്? പ്രോട്ടോടൈപ്പ് എന്നത് ഒരു ഉൽപ്പന്നത്തിന്റെ അല്ലെങ്കിൽ ആശയത്തിന്റെ ആദ്യ രൂപമാണ്. അത് പൂർണ്ണമായും തയ്യാറായ അന്തിമ ഉൽപ്പന്നമല്ല, പക്ഷേ അതിൻ്റെ ഒരു മാതൃകയാണ്. ഒരു പുതിയ ഉൽപ്പന്നം, ആപ്പ്, വെബ്സൈറ്റ്, മെഷീൻ അല്ലെങ്കിൽ ഇത് കെട്ടിടം പോലും നിർമ്മിക്കുമ്പോൾ ആദ്യം അതിൻ്റെ ഒരു ലളിതമായ മാതൃക ഉണ്ടാക്കുന്നത് പ്രോട്ടോടൈപ്പിംഗ് എന്നാണ് വിളിക്കുന്നത്. പ്രോട്ടോടൈപ്പിംഗ് എന്തുകൊണ്ട് ആവശ്യമാണ്? ഒന്നാമത്, ആശയം പരിശോധിക്കാൻ. ഒരു ആശയം നമുക്ക് നല്ലതാണെന്ന് തോന്നാം, പക്ഷേ അത് യാഥാർത്ഥ്യത്തിൽ പ്രവർത്തിക്കുമോ എന്ന് പരിശോധിക്കാൻ പ്രോട്ടോടൈപ്പ് സഹായിക്കുന്നു. രണ്ടാമത്, പിശകുകൾ നേരത്തെ കണ്ടെത്താൻ പൂർണ്ണ ഉൽപ്പന്നം നിർമ്മിച്ചതിന് ശേഷം പിശക് കണ്ടെത്തുന്നതിനേക്കാൾ ആദ്യം മാതൃകയിൽ പിശക് കണ്ടെത്തുന്നത് സമയവും പണവും ലാഭിക്കുന്നു. മൂന്നാമത്, ഉപയോക്തൃ അഭിപ്രായം ലഭിക്കാൻ. ഉപയോക്താക്കൾക്ക് പ്രോട്ടോടൈപ്പ് കാണിച്ച് അവരുടെ അഭിപ്രായം അറിയാൻ കഴിയും. അവരുടെ നിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കി മാറ്റങ്ങൾ വരുത്താം. നാലാമത്, വ്യക്തമായ ആശയവിനിമയം. വായിച്ച് വിശദീകരിക്കുന്നതിനേക്കാൾ ഒരു മാതൃക കാണിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. ടീം അംഗങ്ങൾക്കും ഉപഭോക്താക്കൾക്കും ആശയം വ്യക്തമായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. പ്രോട്ടോടൈപ്പിംഗിൻ്റെ ഉദാഹരണങ്ങൾ. ഉദാഹരണം 1, മൊബൈൽ ആപ്പ് വികസനം. ഒരു പുതിയ മൊബൈൽ ആപ്പ് നിർമ്മിക്കുമ്പോൾ ആദ്യം അതിൻ്റെ സ്ക്രീൻ ഡിസൈൻ പേപ്പറിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുന്നു. ഇതിനെ ലോ-ഫിഡലിറ്റി പ്രോട്ടോടൈപ്പ് എന്ന് വിളിക്കുന്നു. പിന്നീട് പ്രവർത്തിക്കുന്ന മാതൃക, ബട്ടണുകൾ ക്ലിക്ക് ചെയ്യാൻ കഴിയുന്ന വിധം നിർമ്മിക്കുന്നു. ഉദാഹരണം 2, ഉൽപ്പന്ന രൂപകൽപ്പന. ഒരു പുതിയ വെള്ളക്കുപ്പി രൂപകൽപ്പന ചെയ്യുമ്പോൾ ആദ്യം പ്ലാസ്റ്റിക് അല്ലെങ്കിൽ 3D പ്രിന്റിംഗ് ഉപയോഗിച്ച് ഒരു മാതൃക നിർമ്മിക്കുന്നു. അത് കയ്യിൽ എങ്ങനെ തോന്നുന്നു, ഉപയോഗിക്കാൻ എളുപ്പമാണോ എന്നത് പരിശോധിക്കുന്നു. ഉദാഹരണം 3, നിർമ്മാണ മേഖല. ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് മുൻപ് അതിൻ്റെ ചെറിയ മോഡൽ നിർമ്മിക്കുന്നു. ഇതിലൂടെ രൂപകൽപ്പനയും ഘടനയും പരിശോധിക്കുന്നു. ഉദാഹരണം 4, സോഫ്റ്റ്വെയർ വികസനം. സോഫ്റ്റ്വെയറിൽ പ്രോട്ടോടൈപ്പ് ഉപയോഗിച്ച് ഉപയോക്തൃ ഇൻ്റർഫേസ് UI ആദ്യം പരീക്ഷിക്കുന്നു. പിന്നീട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ സിസ്റ്റം വികസിപ്പിക്കുന്നു. പ്രോട്ടോടൈപ്പിംഗിൻ്റെ ടൈപ്പ് ലോ ഫിഡലിറ്റി പ്രോട്ടോടൈപ്പ്, ലളിതമായ സ്കെച്ചുകൾ, പേപ്പർ മോഡലുകൾ. ഹൈ ഫിഡലിറ്റി പ്രോട്ടോടൈപ്പ്, യഥാർത്ഥ ഉൽപ്പന്നത്തെ പോലെ പ്രവർത്തിക്കുന്ന മാതൃക. റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്, വളരെ വേഗത്തിൽ മാതൃക നിർമ്മിച്ച് പരീക്ഷിക്കൽ. ടു കൺക്ലൂഡ്, പ്രോട്ടോടൈപ്പിംഗ് ഒരു ആശയം യാഥാർത്ഥ്യമാക്കുന്നതിന് മുൻപ് അത് പരീക്ഷിക്കുന്ന പ്രക്രിയയാണ്. ഇത് സമയം ലാഭിക്കുന്നു, പിശകുകൾ കുറയ്ക്കുന്നു, ഉപയോക്തൃ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാങ്കേതിക ലോകത്ത് പ്രോട്ടോടൈപ്പിംഗ് ഒരു പ്രധാന ഘട്ടമാണ്.
ഇത്തരത്തിലുള്ള കൂടുതൽ രസകരവും ഉപകാരപ്രദവുമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും.